അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം തടയുന്നതിനും നിരോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ഒരു ആക്ട് പാർലമെന്റ് പാസാക്കുകയുണ്ടായി. ആക്ട് 2030 ഏപ്രിൽ 23 പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമം ഇന്ത്യ ഒട്ടാകെ ബാധകവുമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്രയോ സ്ത്രീകളാണ് പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങ് മണിപ്പൂരിൽ ഈ അടുത്തല്ലേ വിവസ്ത്രയായി സംഘം ചേർന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചു കേരളത്തിൽ BJP നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഗണേഷ് കുമാറിന് നേരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വനിതാ പോലീസിനോട് സംഘിക്കുട്ടം കാണിച്ച കാമഭ്രാന്ത് ഇന്ന് ലോകം മുഴുവനും വൈറലാണ്. ബിരിയാണി ചെമ്മിൻ്റെ അടുത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നവന് കിട്ടുന്ന ആത്മസംതൃപ്തി പോലെ, അല്ലെങ്കിൽ വ്രണത്തിൻ്റെ മുകളിൽ കൊതുവിരിക്കുന്ന കാരണത്താൽ ചൊറിയുന്നവന് കിട്ടുന്ന സുഖം പോലെ, അടിയുടെയും ഇടിയുടെയും ബഹളത്തിൻ്റെയും ഇടയിൽ സംഘിക്കുട്ടൻ തൻ്റെ കാമഭ്രാന്ത് ഒരു വനിതാ പോലീസിന് നേരെ തീർക്കുകയാണ്. ഇതാണോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും? ഇതാണോ ആർഷഭാരതത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മോദി സർക്കാർ നിലകൊള്ളുന്നത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവരുടെ ഇന്ത്യ? ഇതാണോ പാർലമെന്റ് പാസാക്കിയ ആക്ട്? ഈ സംഘിക്കുട്ടനെതിരെ എന്ത് നിയമ നടപടിയാണ് ഈ രാജ്യം അല്ലെങ്കിൽ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ആ രംഗമൊന്ന് കണ്ടു നോക്കൂ. ആർഷഭാരതത്തിന്റെ അന്തസ്സും അഭിമാനവും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ സംഘിക്കുട്ടന്മാരുടെ നേതാവാണ് ഈ അടുത്ത് G20 ഉച്ചകോടിയുടെ ഭാഗമായി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സംഘത്തിന് സ്വാഗത സംഘ രൂപീകരണ ഉദ്ഘാടന വേളയിൽ പ്രസംഗിച്ചത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിക്കാണിക്കുന്നതിൽ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലൂടെ മോഡി സർക്കാർ വിജയിച്ചു അത്രേ. ഇത് വല്ലാത്തൊരു വിജയമായി പോയി. അതുകൊണ്ട് സ്ത്രീ സമൂഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മത്സ്യപുരാണത്തിലും അതുപോലെ കർമ്മപുരാണത്തിലും ശിവപുരാണത്തിലും ലിംഗപുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശിച്ച അസുരനായ അന്തകനെ വധിച്ച ശിവപാർവതിയുടെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ, കാമവെറിയന്മാരെ നേരിടാൻ തയ്യാറാകണം എന്നു മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.